അപ്പോൾ ഗൈസ് എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കും ഒരു വീട് വെക്കണം എന്നുള്ളൊരു സ്വപ്നത്തിൻ്റെ പുറകിലാണ് ഞങ്ങളിപ്പോൾ എന്താ പറയുക ചെറുതായിട്ടൊരു വീട് ഉണ്ട് സ്വന്തമായിട്ട്. എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അത്യാവശ്യം സൗകര്യങ്ങളോടുള്ളൊരു വീട് വേണം എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്, എല്ലാവരെയും പോലെ തന്നെ, ഏതൊരു മലയാളിയെയും പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പുറകിലാണ്. നിങ്ങളെവരെയും ബ്ലെസ്സിങ്സൊക്കെ എനിക്ക് വേണം, പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറ്റി തറയ്ക്കൽ എന്നൊക്കെ പറയും, കുറ്റി അടിക്കൽ എന്നൊക്കെയാണ് ഇവിടെ പറയുക. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് ഇതിന് പറയുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാലത്ത് തന്നെ എന്താ പറയുക, നമ്മളുടെ തറവാട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവരുടെ ബ്ലെസ്സിങ്സൊക്കെ വാങ്ങിച്ച് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നേരെ നമ്മളെ ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ്, അസ്ട്രോളജറാണ്, വാസ്തുവിദ്യയെക്കുറിച്ചുള്ള ഭയങ്കര എന്താ പറയുക അസാമാന്യ കാര്യവിവരങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ കർമ്മം ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഒരു ചടങ്ങിൽ സാക്ഷിയാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവരൊക്കെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് വന്നിട്ടില്ല, അവർക്ക് ഓരോ തിരക്കുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരു വീട് എന്നുള്ള സ്വപ്നം, കാരണം എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. വീടൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വപ്നങ്ങൾക്ക് പുറകെ നടക്കുന്നവർക്കൊക്കെ നടക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന കുറ്റിയാണ് നമ്മളൊരു വീടിൻ്റെ സ്റ്റാർട്ടിങ്. അത് തറച്ചിട്ടാണ് ഏതൊരാളും എന്താ പറയുക വീടിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. തറ കെട്ടാനും അങ്ങനെ വീടിൻ്റെ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നൊരു കർമ്മമാണത്. മാത്രമല്ല നമ്മളെ ബിൽഡിങ് ചെയ്തു തരാമെന്ന് പറഞ്ഞ കോൺട്രാക്ടറും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഇത് എന്താ പറയുക ഈ കൂടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്, വീടിൻ്റെ ഒരു പ്ലാനൊക്കെ വരച്ചിട്ട്. അപ്പോൾ 1420 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ വീട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് അദ്ദേഹം നമ്മളെ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ചിട്ട് ഭൂമിദേവിയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ കാർന്നവന്മാരെ പൂർവികരുടെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ കുറ്റി തറയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. നമ്മൾ ഒട്ടും ഉപേക്ഷ വിചാരിക്കുക തന്നെ എന്താ പറയുക അഗ്നിസാക്ഷിയായിട്ട്. കാരണം അഗ്നി എന്ന് പറഞ്ഞാൽ അറിയാലോ, അഗ്നിക്ക് എല്ലാത്തിനും ശുദ്ധീകരിക്കാനും സ്വയം വിശുദ്ധി കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് അഗ്നിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ ഞാൻ നമ്മളെ കുറ്റി ഏകദേശം നമ്മൾ പ്രാർത്ഥിച്ച് കുറ്റിയുടെ കൊടുത്തു. ഇനി ഇത് തറയ്ക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വപ്നത്തിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ആ കുറ്റി ഞാൻ തറച്ചു. അതിൽ നമ്മളുടെ വൈഫ് എന്താ പറയുക കുടുംബക്കാരാണെങ്കിലും ഭാര്യ അങ്ങനെ കൂട്ടുകാർ അങ്ങനെ അവിടെ വന്നവർ മുഴുവൻ അവരുടെ ബ്ലെസ്സിങ്സ് ആ ഒരു കുറ്റിയിൽ കുറ്റി തറച്ചുകൊണ്ടാണ് നമുക്കവിടെ നമ്മളോട് ഉള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഈ വീടൊക്കെ പൂർത്തീകരിച്ചിട്ട് ഞാൻ നമ്മളെ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീഡിയോ ചെയ്യും. ഓക്കെ, താങ്ക് യു.